സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? കാര്യങ്ങൾ അമ്മാവനെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒന്നും പറയണ്ട അമ്മാവാ. ഇവര് വന്ന് ഓരോന്ന് പറയുന്ന കേട്ടിട്ട് ഉള്ളം കാലോട്ട് ഉച്ചം തലവരെ പെരുത്ത് കയറിപ്പോയി. എല്ലാം ചതിയായിരുന്നു മുതലാളി. ഔസേപ്പച്ചൻ മുതലാളിയുടെ മോനാണെന്ന് പറഞ്ഞ ഉണ്ണിക്കുഞ്ഞിനെ പെണ്ണ് കാണാൻ കൂട്ടിക്കൊണ്ട് വന്നത്. കല്യാണം ഉടനടി നടത്തണമെന്ന് ഔസേപ്പച്ചൻ വാശി പിടിച്ചപ്പോ ഞാനൊന്ന് അന്തിച്ചു. കാരണം കാശൊക്കെ ഒത്തുവരണമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ പറയുക, കാശൊന്നും ഒരു പ്രശ്നമാക്കണ്ട, കല്യാണം നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന്. ഞങ്ങൾ പാവങ്ങളാ മുതലാളി. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ഇറക്കി വിടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഈ ഉണക്ക ലോറി ഓടിച്ചു കിടന്നാൽ ഞങ്ങൾക്ക് എന്നെ കിട്ടാനാ? അതുകൊണ്ട് ഔസേപ്പച്ചൻ കഞ്ചാവ് കള്ളക്കടത്ത് നടത്തുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമായി ആൾമാറാട്ട കഥ ഞങ്ങൾ അറിയുന്നത് തന്നെ. ഈ ചതി ഞങ്ങളോട് എന്തിനാ ചെയ്തതെന്ന് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഔസേപ്പച്ചന്റെ വീട് വരെ പോയി. അപ്പൊ പുള്ളിക്കാരൻ പറയുക, ഈ വിവരങ്ങളൊന്നും അനന്തം മുതലാളി അറിയരുത്, ഉണ്ണിക്കുഞ്ഞു വഴി സ്വത്തെല്ലാം ഔസേപ്പച്ചന്റെ പേരിലാക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും അത് സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാമെന്നും പറഞ്ഞ് എന്റെ വായടപ്പിച്ചു. ഈ വിവരം മുതലാളി നിന്ന് ഒളിച്ചു വെക്കാൻ പാടില്ലെന്ന് പങ്കജവല്ലി കൊച്ചമ്മ പറഞ്ഞപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായത്. കാശിന് വേണ്ടി എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ കൂടി ഔസേപ്പച്ചൻ മടിക്കില്ല മുതലാളി. നിങ്ങൾ പൊക്കോ. ആ, എല്ലാം കേട്ടല്ലോ. നീ പറഞ്ഞതുകൊണ്ട് മാത്രം കഴിഞ്ഞതെല്ലാം മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറായതാ. നാളെ രാവിലെ ഔസേപ്പിന്റെ വീട് വരെ ഒന്ന് പോകാനും തീരുമാനിച്ചതാ. ഇനി പറ, സ്വത്തിന് വേണ്ടി എന്നെയും മോനെയും തമ്മിൽ തെറ്റിച്ചവന് ഞാൻ മാപ്പ് കൊടുക്കണോ? ഇന്ന് വിലാസിനെ എന്നെ ഫോണിൽ വിളിച്ച് ഒരുപാട് നേരം കരഞ്ഞു. ഞാൻ എന്നാ പറയാനാ? ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാ നമ്മള്. നോക്കുമ്പോ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് താന്നു കൊടുത്താലും വേണ്ടില്ല. അങ്ങേരെ ചെന്ന് കണ്ട് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഞാൻ അവന്റെ കാല് പിടിക്കാൻ വരെ തയ്യാറാ. എനിക്ക് എല്ലാത്തിനും വലുതെന്റെ അനന്തനാ, അവനോടുള്ള ബന്ധമാ. എന്റെ മാതാവേ, എല്ലാം എത്രയും പെട്ടെന്നൊന്ന് കലങ്ങി തെളിഞ്ഞ ഞാനൊരു പൊന്നും കുരിശ് വെച്ചേക്കാവേ. നിൽക്ക, ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ജോസഫ് കൃഷ്ണ എന്ന പേരിലുള്ള നമ്മുടെ ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അനന്താ വേണ്ട, ചെകുത്താനുള്ളിടത്ത് ദൈവം കയറാൻ മടിക്കുമെന്ന് താൻ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇപ്പൊ ഞാനും വിശ്വസിക്കുന്നത് അത് തന്നെ. ഇനി മുതൽ ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ താൻ. അയ്യോടാ മക്കളെ, നിങ്ങൾ എന്തൊക്കെയാടായി പറയുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ. അമ്മ, അമ്മാവന്റെ സ്ഥാപനങ്ങളെ 4 പാർട്ട്നേഴ്സിൽ 3 പേരും അപ്പുറത്തായില്ലേ? ഉണ്ണിയും തൊമ്മിയും ഔസേപ്പച്ചനും. അപ്പൊ പിന്നെ നിയമപരമായി ജോസഫ് കൃഷ്ണ എന്ന പേര് അവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശം കിട്ടുമെന്നാ വക്കീല് പറഞ്ഞത്. പക്ഷെ പ്രശ്നം അതല്ല. ഉണ്ണികൃഷ്ണൻ കൂടി അവരോട് ചേർന്ന സ്ഥിതിക്ക് നാളെ അവരുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഔസേപ്പച്ചൻ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ ബാധ്യതകൾക്കും അമ്മാവൻ സമാധാനം പറയേണ്ടി വരും. അയ്യോടാ, അതങ്ങനെ? ഉണ്ണി അമ്മാവന്റെ മോനല്ലേ? അപ്പൊ പിന്നെ അമ്മാവന്റെ സ്വത്തുക്കളിൽ അവന് അവകാശം ഉണ്ടല്ലോ. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഷെയർ ചോദിക്കാൻ ഔസേപ്പച്ചൻ ഉണ്ണിയെ പറഞ്ഞു വിടുന്നുണ്ടെന്നാ അറിഞ്ഞത്. അത് ഞാനും മുന്നിൽ കാണാതിരുന്നില്ല. എന്റെ സ്വത്തല്ല, ഞാൻ ഉണ്ടാക്കിയതാ, അല്ലാതെ കുടുംബ സ്വത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. എല്ലാ സ്വത്തുക്കളും എന്റെ മോള് മായയുടെ പേരിലാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതെന്തായാലും നന്നായി അനന്തേട്ടാ. സ്വത്തുക്കൾ പെണ്ണുങ്ങളുടെ പേരിൽ എഴുതി വെച്ചാല് കുടുംബം നിലനിൽക്കൂ. അവക്ക് ചേരുന്ന ഒരു ബന്ധം കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് മായയുടെ വിവാഹം നടത്തി കൊടുക്കണം. സ്വന്തം മോനില്ലേലെന്താ, വന്നു കയറുന്നവൻ അനന്തേട്ടനെ പൊന്നു പോലെ നോക്കിക്കോളും. എന്നാ ഞാൻ ഇറങ്ങുന്നു. വക്കീലിനെ ഒന്ന് കാണണം. നിങ്ങൾ നാളെ രാവിലെ ഓഫീസിലെത്തണം. ബാംഗ്ലൂരിലേക്ക് ലോഡ് പോകേണ്ട ദിവസം അറിയാമല്ലോ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ശരി. എടാ, പങ്കജവല്ലി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. വള്ളം ഞാനൊരു കരയ്ക്ക് അടുപ്പിച്ചില്ലേ, അങ്ങനെ സ്വത്തുക്കളെല്ലാം മായയുടെ പേരിൽ വന്നു ചേരാൻ പോകുന്നു. അല്ല, അതുകൊണ്ട് നമുക്കെന്താ ഒരു പ്രയോജനം? ഒരു പ്രയോജനമോ? പ്രയോജനങ്ങളല്ലേ ഉള്ളൂ. അടുത്ത എന്റെ നീക്കം മായയെ ഈ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വിളിച്ചവള് വരൂ? എടാ മണ്ട, വിളിച്ചോണ്ട് വരികയല്ലടാ, പിന്നെ അടിച്ചോണ്ട് വരൂ. ഛേ, നിന്റെ ഭാര്യയാക്കി ഇവിടെ കൊണ്ടുവരും. എന്റെ ഗുരുവായൂരപ്പാ,
അവിടെ സ്വത്തുക്കൾ നമ്മുടെ കൈക്ക് വന്ന് ചേർന്നിട്ട് വേണം എനിക്കൊന്ന് നിവർന്ന് നിൽക്കാൻ. ഈ പ്രേമവിവാഹമൊക്കെ കൊള്ളാം, പക്ഷെ കഴിയുന്നതും സ്വന്തം മതത്തിൽപ്പെട്ടവരെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആവുമ്പോ പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരുടെ തമ്മിലടി ഒഴിവാക്കാം, പിന്നെ നാട്ടുകാരുടെ ഇടപെടലും കുറഞ്ഞിരിക്കും. ആഹാ, അത് ശരി. അപ്പോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്റെ പുറകെ കൂടിയതല്ലേ? ദൈവദോഷം പറയരുത്. കണ്ട ആദ്യ നിമിഷം തന്നെ തന്നോട് എന്തോ ഒരു പ്രത്യേക അടുപ്പം എനിക്ക് തോന്നി. കൂടുതൽ അടുത്തപ്പോ താൻ തന്നെ ആയിരിക്കണം എന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ തന്റെ ജാതിയും മതവും അന്വേഷിച്ചറിയാൻ ഞാനൊരു രഹസ്യ ശ്രമം നടത്തി എന്നുള്ളത് പരമാർത്ഥം തന്നെ. ആശ എന്നുള്ള പേര് എല്ലാ ജാതിക്കാർക്കും ആവാലോ. അവസാനം ഗ്യാപ്പ് സ്വാമിയോട് ഞാൻ സൂത്രത്തിൽ ചോദിച്ചു മനസ്സിലാക്കി. സത്യം പറയാലോ, താനൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോ ഉള്ളിലൊരു പ്രത്യേക സന്തോഷം തോന്നി. അപ്പച്ചനെയും അമ്മച്ചയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്നുള്ള സന്തോഷം. പണവും പ്രശസ്തിയും കുടുംബ മഹിമയും ഒന്നും അപ്പച്ചന് പ്രശ്നമല്ല. ഞാൻ കെട്ടുന്ന ഒരു സിറിയൻ കത്തോലിക്കക്കാരി ആയിരിക്കണമെന്ന് മാത്രമേ അപ്പച്ചനുള്ളൂ. ഞാൻ ഇച്ഛിക്കുന്നതും അപ്പച്ചൻ കൽപ്പിക്കുന്നതും ഒന്ന് തന്നെ. താനൊരു സുറിയാനി ക്രിസ്ത്യാനി ആയത് എന്റെ ഭാഗ്യാണ്. അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോളെന്താ ഒന്നും മറുപടി പറയാഞ്ഞത്? അച്ഛനല്ലേ പറഞ്ഞിരുന്ന എന്നെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാന്ന്. എനിക്ക് ഇനിയും പഠിക്കണം. അതിനെന്താ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. പ്രേമചന്ദ്രനാണെങ്കിൽ യാതൊരു എതിർപ്പുമില്ല. മോളെ, അച്ഛന് വയസ്സായി. ഒരു ക്ഷീണം വരുമ്പോ താങ്ങേണ്ട ഉണ്ണിയുടെ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് ശരചന്ദ്രനും പ്രേമേന്ദ്രനുമാണ്. അതുകൊണ്ടുകൂടിയാ അച്ഛൻ ഈ തീരുമാനത്തിലെത്തിയത്. മാത്രവുമല്ല, പ്രേമേന്ദ്രൻ നിന്റെ മുറച്ചെറുക്കനുമാണല്ലോ. കൊച്ചുകുട്ടിയല്ലേ അവള്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ വിവാഹം. അച്ഛനമ്മമാർക്ക് മക്കൾ എപ്പോഴും കൊച്ചുകുട്ടികളായിട്ടേ തോന്നും. വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ അവർക്ക് ആയിട്ടുണ്ട്. മാത്രമല്ല, എനിക്കിനി ഒറ്റയ്ക്ക് ഈ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മകന്റെ സ്ഥാനത്ത് എനിക്കൊരു മരുമകനെയെങ്കിലും വേണം. അനന്തൻ ഇവിടെ. ഹലോ, അവിടെ വന്നേ. കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലെ ഉത്സവം കഴിഞ്ഞു കാണുമല്ലേ? അതെങ്ങനെ? ആനക്കാരന് വീട് നോക്കാനിടുന്ന സമയം? ആ പിന്നെ ഇവിടെ അടുത്തൊരു കാവില് സൗജന്യ കഞ്ഞി വീഴ്ത്തുണ്ട്. എന്താ പോകുന്നു? മതി പരിഹസിച്ച്. ഉത്സവങ്ങൾ കാണാനുള്ള കൊതിയുണ്ടൊന്നുമല്ല. മനസമാധാനത്തോട് ഇവിടെ കഴിയാൻ നിങ്ങൾ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? ഇവിടത്തെ ഒരു ജോലിക്കാരന് കൊടുക്കുന്ന പരിഗണന പോലും ആരും എനിക്ക് തന്നിട്ടില്ല. എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കഴിയാൻ ഞാനൊരു പാവമാണെന്ന് കരുതി എന്നെ തീരെ എങ്ങും. അയ്യ, വന്നു കേറിയില്ല. അതിനു മുൻപേ പരിഭവത്തിന്റെ കെട്ടാൻ കഴിച്ചു. അതേ, ആണായ നിക്കേണ്ടടുത്ത് നിക്കണം. ഇല്ലെങ്കിൽ ഭാര്യയായാലും മക്കളായാലും വകവയ്ക്കൂല. അച്ഛൻ ഇങ്ങനെ ഒരു കൊച്ചാണ്ടറായി നടക്കുന്നുണ്ട്. നാട്ടുകാരെന്ത് പറഞ്ഞു ഞങ്ങളെ കളിയാക്കുന്നറിയോ? നാട്ടുകാർ പറയുന്നതൊക്കെ കേട്ടിട്ടാ ഞാനും വരുന്നത്. പരസ്പര സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന രണ്ട് കുടുംബങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് നിങ്ങൾ എന്ത് നേടി? ഈശ്വര, ഞങ്ങള് തെറ്റിച്ചെന്നോ? ആരാ ഇത് നിങ്ങളുടെ ചെവിയിൽ ഓതിത്തന്നത്? മനസാ വാചാ കർമ്മണ. മതി. ഒരു മിണ്ടാപ്രാണിയെ ഇവിടെ കഴിയുന്നതുകൊണ്ട് എനിക്ക് തീരെ ബുദ്ധിയില്ലാന്ന് കരുതണ്ട. അനന്തനെ ഔസേപ്പച്ചനെയും രണ്ട് തട്ടിലാക്കണമെന്നുള്ളതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ ജീവിതാഭിലാഷം. അത് നടന്നല്ലോ. ഇനി എന്താ അടുത്ത നീക്കം? ഇതൊന്നും ഈശ്വരൻ പൊറുക്കൂല പങ്കജം. അത് പോട്ടെ, അവര് പിരിയാൻ കാരണം ഞങ്ങളാണെന്നുള്ളതിന് എന്താ തെളിവ്? എന്തിനാ അതിന് പ്രത്യേകിച്ചൊരു തെളിവ്? എന്റെ ഭാര്യയും മക്കളെ എനിക്കറിയരുതോ? എത്രയോ വർഷമായി ഈ പഠിക്കൽ കാലുകുത്താത്ത അനന്തൻ ഇപ്പൊ എന്തിനിവിടെ വന്നു? സൗകര്യം ഉണ്ടായിട്ട് കൂടുതൽ വിസ്താരം നടത്തണ്ട. അച്ഛനാമയെ നോക്കല്. ഇനി കയ്യേറ്റം കൂടിയല്ലേ ഉള്ളൂ ബാക്കി. ആവാം. ചോറ് ഇവിടെയും കൂറ് അവിടെ ആയിട്ട് കഴിയാനാണ് ഭാവമെങ്കിൽ ഇവിടെ താമസിപ്പിക്കലെന്നായിരിക്കും. പുന്നാര മക്കള് പറഞ്ഞ കേട്ടോ? അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും വേണ്ടതല്ല. തൊട്ടതിനെല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? എത്രയൊന്നും കണ്ടാ സഹിക്കുന്നത്? ഇങ്ങനെയൊക്കെ ജീവിക്കാനേ ഇവിടെ ഞങ്ങളെ കൊണ്ട് പറ്റൂ. എതിർപ്പുള്ളവർക്ക് ഈ വീട് വിട്ട് പോകാം. ഏറ്റവും മാന്യമായ ഒരു ഇറക്കിവിടൽ. തൃപ്തിയായി പങ്കജം, തൃപ്തിയായി. ഞാൻ ആർക്കും ഒരു ശല്യമാവില്ല. നിങ്ങളുടെ സ്വന്തക്കാർക്കും പരിചയക്കാർക്കും ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ പോയി ഭജന വരുന്നോളാം. ഇനി അതിന്റെ പേരിൽ പോലും നിങ്ങളാരും പരിഹസിക്കാൻ ഞാൻ ഇട കൊടുക്കില്ല. വരട്ടെ.